തിരുവനന്തപുരത്ത് ആറ്റിങ്ങലിൽ ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികൾ തമ്മിൽ കൂട്ടത്തല്ല്. ഇന്നലെയാണ് സംഘർഷമുണ്ടായത്. 10ഓളം വിദ്യാർത്ഥികളാണ് തമ്മിൽ തല്ലിയത്. പോലീസ് എത്തിയപ്പോഴേക്കും വിദ്യാർത്ഥികൾ ചിതറിയോടുകയായിരുന്നു. ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു പ്രശ്നമുണ്ടായത്? സ്കൂൾ വിദ്യാർത്ഥികളാണ് എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. തീർച്ചയായും കാവ്യ, അങ്ങനെ തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് തിരുവനന്തപുരം ആറ്റിങ്ങലിലുള്ള സ്വകാര്യ ബസ് സ്റ്റാൻഡിലാണ് ഈ ഒരു വിദ്യാർത്ഥികൾ തമ്മിലുള്ള കൂട്ടത്തല്ലുണ്ടായിരിക്കുന്നത്. 10ഓളം വിദ്യാർത്ഥികളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ ഒരു വിഷയം അറിഞ്ഞ് ഉടൻ തന്നെ പോലീസ് അവിടേക്ക് എത്തി. പക്ഷെ പോലീസ് എത്തുമ്പോഴേക്കും വിദ്യാർത്ഥികൾ പല ഭാഗത്തേക്കായി ചിതറി ഓടുകയായിരുന്നു. അതുകൊണ്ട് ആ ഒരു സമയത്ത് പോലീസ് എത്തുന്ന സമയത്ത് വിദ്യാർത്ഥികളെ ഒന്നും തന്നെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ വിദ്യാർത്ഥികളെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പരിശോധന പോലീസ് ഉടൻ തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികളെ തിരിച്ചറിഞ്ഞു വരികയാണ് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു CCTV ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വിദ്യാർത്ഥികളെ, കൂട്ടത്തല്ലിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികളികളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചിട്ടുള്ളത്. ഇതിനകം തന്നെ ചിലരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അവരെ അടിസ്ഥാനമാക്കി അവരിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയും എന്നുള്ള കാര്യം തന്നെയാണ് പോലീസിൽ നിന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഒരു സംഭവം ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരിക്കുന്നത്. കാവ്യ. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെയാണ് സംഭവം. ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിലാണ്. പോലീസ് എത്തിയപ്പോഴേക്കും ഈ കൂട്ടത്തല്ലിലുണ്ടായ വിദ്യാർത്ഥികൾ ചിതറിയോടി. എന്തായാലും ഈ വിദ്യാർത്ഥികളെ കണ്ടെത്താനുള്ള അന്വേഷണമൊക്കെയും ഇപ്പോൾ പോലീസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളും നമ്മൾ കാണും.